കാവ്യമാരൻ്റെ SRH 2025 ഓപ്ഷന് മുന്നോടിയായി ഏറ്റവും കൂടുതൽ ഫോറിൻ പ്ലേയേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ അനുവദിക്കണം എന്ന് BCCIക്ക് റിക്വസ്റ്റ് കൊടുത്ത ടീമായിരുന്നു SRH. ഓൾ ബിക്കോസ് ഓഫ് ദെയർ ഫയർ പവർ, ഇൻക്ലൂഡിംഗ് ദെയർ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ഇൻ ദർ ലൈനപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം, ഹൗ ഡിഡ് ദി ഓപ്ഷൻ ഗോ ഫോർ SRH? എത്രത്തോളം ഫോറിൻ പ്ലേയേഴ്സിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റി, എത്ര ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റി? വെൽക്കം ടു പാഡി ഫീൽഡ് ക്രിക്കറ്റ്. കഴിഞ്ഞ കൊല്ലം 200+ സ്കോർസ് അനായാസം അടിച്ചു കൂട്ടിയ ഒരു ടീമായിരുന്നു SRH. ഇപ്രാവശ്യം എന്തായിരിക്കും അവരുടെ ടാക്ടിക്സ്? 200+ തന്നെയാണോ? 2024 IPL എവിടെ നിർത്തിയോ അവിടുന്ന് തന്നെ SRH തുടങ്ങുകയാണ് 2025 യാത്ര. അതേ പവർ ഹൗസ് ബാറ്റിംഗ് ലൈനപ്പ് ഏകദേശം റീറ്റെയിൻ ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്. ടോപ്പ് ഓർഡർ എക്സ്പ്ലോസീവ് ട്രാവിസ് ഹെഡ് ആൻഡ് അഭിഷേക് ശർമ്മ, ഫോളോഡ് ബൈ ഈ സീസണിലെ അവരുടെ ബെസ്റ്റ് ബൈ ആയ പോക്കറ്റ് ഡൈനാമോ ഇഷാൻ കിഷൻ. അത് കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കമിന്ദു മെൻഡിസ്. നല്ലൊരു വെറൈറ്റി പ്ലെയർ ആണ്. ഇൻ ദ സെൻസ് ഹി ക്യാൻ ബോൾ ലെഫ്റ്റ് ഹാൻഡ് സ്പിൻ ആൻഡ് ഓഫ് സ്പിൻ, ഫോളോഡ് ബൈ വെരി ഗുഡ് സ്ട്രോക്ക് മേക്കറും കൂടെയാണ്. അത് കഴിഞ്ഞ് ഒരു ഫിനിഷറായ ഹെൻറി ക്ലാസൻ. അത് പിന്നെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി വളരെ അടിപൊളിയായി ടെസ്റ്റിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിതീഷ് റെഡ്ഡി, നല്ലൊരു ബാറ്റിംഗ് ഓൾറൗണ്ടർ കൂടെയാണ്. ഇത് കഴിയുമ്പോൾ 1, 2, 3, 4, 5, 6 പൊസിഷൻ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മൾ താഴോട്ട് വരുമ്പം ഓൾറൗണ്ടർ ഓർ ബോളിംഗ് ലൈനപ്പിലോട്ടാണ് പോകുന്നത്. പാറ്റ് കമിൻസ് ക്യാപ്റ്റൻ, ഫോളോഡ് ബൈ മോഹമ്മദ് ഷാമി ആൻഡ് ഹർഷൽ പട്ടേൽ വിത്ത് 1 സ്പിന്നർ രാഹുൽ ചഹാർ. രാഹുൽ ചഹാറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു എക്കണോമിക്കൽ സ്പിന്നറാണ്. He is wicketless for couple of seasons, but he will add very good ഒരു എന്താ പറയുക എക്കണോമിക്കലായിട്ട് ബോൾ ചെയ്ത് മിഡിൽ ഓർഡറിനെ ഇത് ചെയ്യുന്ന ബോളറാണ്. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ 4th പൊസിഷനിൽ എന്താ പറയുക ഒരു സ്റ്റെബിലിറ്റി, ഇവരൊക്കെ പവർ ഹിറ്റേഴ്സിന്റെ ക്ലാസൻ നിതീഷ് റെഡ്ഡി ഉള്ള പ്ലേയേഴ്സിന് മുന്നേ ഒരു ബിൽഡ് ചെയ്തുകൊണ്ട് വന്നത്. സപ്പോസ് സം കൊളാപ്സ് ഹാപ്പൻസ്, how to build that innings, we can add Sachin Baby or Abhinav Manohar. This will conclude my probable 11. Now let's move on to impact sub. ഇന്ത്യൻ പേസറായ ജയ്ദേവ് ഉണഡ്കട്ട് നല്ലൊരു കപ്പിൾ ഓഫ് സീസൺസ്, കഴിഞ്ഞ സീസൺ വളരെ നൈസായിരുന്നു. അതിന് മുന്നേ കുറെ മാൻ ഓഫ് ദി ടൂർണമെന്റ് ലെവൽ പെർഫോമൻസ്, നല്ല വിക്കറ്റ് ടേക്കറും കൂടിയാണ്. എനിക്ക് തോന്നുന്നു RRലോട്ട് പോയപ്പോൾ കുറച്ച് മങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കഴിഞ്ഞ സീസണിൽ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ്. സോ ഹി ഈസ് എ വെരി ഗുഡ് ബാക്കപ്പ് ഫോർ മേ ബി ഹർഷൽ പട്ടേൽ. പിന്നെ നമ്മൾ കാണുന്ന കുറച്ച് നല്ല റിസർവ്സ്, ലൈക്ക് ഇൻ മെയിൻ ആയിട്ട് പറയേണ്ട ആളാണ് ബ്രൈഡൻ കാർസ്. നല്ല റീസെന്റ് ഇപ്പം ന്യൂസിലൻഡിനെതിരായ മാച്ചിൽ 6 ഫോർ ടെസ്റ്റ്, അതിന് മുന്നേ പാകിസ്ഥാനുമായിട്ട് ടെസ്റ്റ് ഡെബ്യൂട്ട് ചെയ്തായിരുന്നു. നല്ലൊരു ലോവർ ഓർഡറിൽ ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാൻ, ജസ്റ്റ് ഹിറ്റിംഗ്. ഭയങ്കര നല്ല ബാറ്റ്സ്മാൻ ഒന്നുമല്ല, ബോളിംഗ് ഓൾറൗണ്ടർ ആണ്. ജസ്റ്റ് 6 അടിക്കുന്ന അങ്ങനത്തെ ഒരു പ്ലെയർ ആണ്, ടൈപ്പ് ഓഫ് പ്ലെയർ. സോ ഹി ഈസ് എ വെരി ഗുഡ് റിസർവ്. ദെൻ വി ക്യാൻ ഹാവ് ആഡം സാംബ, നല്ലൊരു ലെഗിയാണ്. എനിക്കൊന്ന് IPL അങ്ങനെ എല്ലാ കളിയും കളിക്കാത്ത പ്ലെയറാണ്. എല്ലാ ടീമിലും ജസ്റ്റ് RRന് വേണ്ടി 1-2 ചില മാച്ചസിൽ മേ ബി ഡിപെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ ദേ ഹാവ് പ്ലേഡ്, ബട്ട് ഹി ഈസ് എ വെരി എക്കണോമിക്കൽ ബോൾ ആൻഡ് എ വെരി ഗുഡ് വിക്കറ്റ് ടേക്കർ. സോ ഇതാണ് എൻ്റെ ഒരു പ്രൊബോൾ 12 ആൻഡ് മൈ അനാലിസിസ് ഓൺ SRH. റിസർവ് ബെഞ്ച് കുറച്ച് വീക്കല്ലേ നോക്കുമ്പോൾ? കാരണം ഒരു അഥർവ തൈരെ ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം പഞ്ചാബിന് വേണ്ടിയിട്ട് തൈരെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. അതൊഴിച്ചു നിർത്തിയാൽ, ഫോർ എക്സാമ്പിൾ, ഒരു ഇന്ത്യൻ ബെഞ്ച് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇഫ് മുഹമ്മദ് ഷമിക്ക് പരിക്കുകയാണെങ്കിൽ? അത് ഞാൻ അടുത്ത എൻ്റെ ഒരു മെയിൻ എന്താ പറയാ, എന്താണ് അവരുടെ വീക്ക്നെസ് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അത് കറക്റ്റാണ്. മുഹമ്മദ് ഷമി ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് വളരെ എന്താ പറയാ ഒരു ഇഞ്ചറി ബാക്ക് നിന്ന് വരുവാണ്. സ്മാർട്ടിൽ കളിക്കുന്നുണ്ട്, പക്ഷെ സ്മാർട്ടിലും എനിക്കൊന്ന് ഒരു 3ാമത്തെ 4ാമത്തെ മത്സരത്തിൽ വീണ്ടും ഇഞ്ചറി ആയിട്ട് എറിഞ്ഞു. സോ നോട്ട് ഷുവർ ഈ മുഹമ്മദ് ഷമി ഫെയിൽ ആയാൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. മുഹമ്മദ് ഷമി എന്താ ഭുവനേശ്വർ കുമാറിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്, ബട്ട് സ്റ്റിൽ ഇഞ്ചറി പ്രോൺ ആയതുകൊണ്ട് വളരെ ഒരു വാലിഡ് ചോദ്യമാണ്. അതിന് ബാക്കപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ചെന്നൈയിൽ നിന്ന് വന്ന സമർജിത് സിംഗ് ഉണ്ട് ഒരു റിസർവ് ബെഞ്ചിൽ, ബട്ട് സ്റ്റിൽ ഒരു വീക്ക് പൊസിഷനാണ് ഇൻ ദ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ്, ആസ് യു റൈറ്റ്ലി സെഡ്. ഓൾസോ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിലും അഭിഷേക് ശർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, ഇവരിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ ഒരു ഇഞ്ചുറി വന്നാൽ ഒരു നല്ലൊരു റീപ്ലേസ്മെന്റ്, ഒരു ഇന്ത്യൻ റീപ്ലേസ്മെന്റ് ഉണ്ടാവുമോ? Only they have the wicket keeper reserve, as you said, Atharva Thaide. Apart from that, എനിക്ക് തോന്നുന്നത് അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ഒരു ബിലീഫിലാണ് പോകുന്നത്.
ഇവര് 3 പേര് കളിച്ച് 240, 200 ആ റേഞ്ചിൽ അടിക്കും. പ്ലസ് ഇഷാൻ കിഷനും കൂടെ വന്നുകൊണ്ട് അത് എന്താ പറയാ വിശ്വാസമല്ല എല്ലാം ആ ഒരു രീതിയിലാണ് പോകുന്നത്. ആ ബാറ്റിംഗ് ഡൈനാമിക്സിലാണ് പോകുന്നത്. 240 അടിക്കുക. ബോളേഴ്സ് എന്താ പറയാ ഈ പാറ്റ് കമ്മിൻസ് മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റേജിൽ എറിഞ്ഞ് ഇതല്ലാതെ ബാക്കി എല്ലാവരും എങ്ങനെയും രക്ഷപ്പെട്ട് പോയാല് ബാറ്റിങ്ങിന്റെ മികവ് കൊണ്ട് ടോപ്പ് 4 എത്തിയാലായി. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ബോളിംഗ് കുറച്ച് വീക്കാണ് റിലേറ്റീവ്ലി കമ്പയർ ടു വിത്തൗട്ട് എനി ബാക്കപ്സ്. ഓസ്ട്രേലിയക്ക് ഏതെങ്കിലും ഒരു സീരീസ് വന്നാൽ തീരാവുന്നതേ ഉള്ളൂ SRH. മേലേന്ന് ട്രാവിസ് ഹെഡ് പോവും, നടുക്കുന്ന് പാറ്റ് കമ്മിൻസ് പോവും, താഴേന്ന് ആഡം സാമ്പ പോവും. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു അഗ്രിമെന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇവര് ബാക്കിയുള്ള ലീഗിൽ കളിച്ചു നിർത്തി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ന്യൂസ് വന്നായിരുന്നല്ലോ, എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ലീഗിലും കരീബിയൻ പ്രീമിയർ ലീഗിലും ആ സമയത്ത് കളിക്കുന്ന ഇംഗ്ലണ്ട് ടീംസിനോട് പറഞ്ഞിട്ടുണ്ട് സെയിം പതുക്കെ വരുന്നുണ്ടാവും ഓസ്ട്രേലിയൻ ടീമിൽ. അതായത് IPL മാത്രം അങ്ങ് ഫോക്കസ് ചെയ്യാൻ മതി. നമ്മൾ ഓൾറെഡി നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് BCCIന്റെ പവർ എന്താണ്. സോ they will make sure that these players will stay for IPL. എനിക്കൊന്ന് വേറൊരു പുതിയ റൂൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ലൈക്ക് ഇങ്ങനെ പോകാൻ പറ്റൂല, കോൺട്രാക്ട് ബ്രേക്ക് ചെയ്ത്, സോ യു ഹാവ് ടു പേ ഓർ സംതിങ്. ഐ തിങ്ക് റൂൾ അനുസരിച്ച് ഓപ്ഷനിൽ പിക്ക് ചെയ്തിട്ട് കളിക്കാൻ വന്നില്ലെങ്കിൽ they will be banned for 2 years സംതിങ്. സോ പക്ഷെ അത് കളിക്കാൻ പറ്റിയില്ലെങ്കിലാണ് പകുതിക്കുന്ന് വെച്ച് പോകുമ്പോൾ എന്താണ് അതിന്റെ പരിപാടി വ്യക്തമല്ല. ബട്ട് ഈ റൂളൊക്കെ വെച്ച് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ IPL ഫുള്ള് കളിച്ചിട്ട് പോകണം. പണ്ടത്തെ പോലെ ഇടയ്ക്ക് വെച്ച് പോവുക, അല്ലെങ്കിൽ ഇഞ്ചറിക്കൊക്കെ വേറെ ബാക്കപ്പ് എടുക്കാൻ എല്ലാം പറ്റുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പേഴ്സണൽ റീസൺസ് എന്ന് പറഞ്ഞ് പോവുക, ഒരു 15-16 കോടി, ലൈക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബെൻ സ്റ്റോക്സ് 16 കോടി കൊടുത്താണ് നമ്മൾ വാങ്ങിയത് ചെന്നൈ സൂപ്പർ കിങ്സ്. എനിക്ക് തോന്നുന്നു ഒരു മിഡ് സീസണിൽ പേഴ്സണൽ റീസൺ എന്ന് പറഞ്ഞ് പോയി. ഒന്നും ചെയ്യാൻ പറ്റൂല. മേ ബി പേഴ്സണൽ സ്പേസ് ആണ്, അത് നമ്മൾ അതിലോട്ട് കടക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ IPL ഈസ് എ ബിസിനസ്. ഈ ഫ്രാഞ്ചൈസികൾക്ക് അവർക്ക് ഇമോഷൻസ് അത് എത്രമാത്രം അവരത് നോക്കുമെന്ന് നമുക്കറിയില്ല. സോ ഈ റൂൾസ് ഒക്കെ അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് ഓർ ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് മേജർലി ഇവരാണ് ഇടയ്ക്കിടയ്ക്ക് പണി തരുന്നത് ഓരോ ടീമിനെ, എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ പ്ലേ ഓഫ് ടൈംസിൽ. സോ അത് നടക്കാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം. I think SRH is looking strong. Final question, in the playoffs or no? With having the weakness in their bowling lineup, still I feel they not gonna make the playoffs. I will still put them in either 5th or 6th position. Yeah. Abo that's it from us for this time. SRH looks good, but bowling looks a little unstable. See you in the next episode. Thank you. Thank you.